അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടി. 6 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് അടച്ചുപൂട്ടൽ. എയർ ട്രാഫിക് കൺട്രോളുകൾ, സൈന്യം, പോലീസ്, ജയിൽ എന്നിവ പ്രവർത്തിക്കും. അടച്ചുപൂട്ടലിനെ തുടർന്ന് കൂട്ടപ്പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. US ജനപ്രതിനിധി സഭയിൽ ധനവിനിയോഗ ബില്ലുകൾ പാസ്സായിരുന്നുവെങ്കിലും സെനറ്റിൽ ബില്ലുകൾ പാസ്സാകുന്നതിനായി കുറഞ്ഞത് 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നതിനാലാണ് ബില്ലുകൾ പാസ്സാകാതിരുന്നത്. 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്കായി 12ഓളം ബില്ലുകളായിരുന്നു പാസ്സാകേണ്ടിയിരുന്നത്. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിർദ്ദേശിച്ചതാണ് കല്ലുകടിയായത്. ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റുകളുമായി നടത്തിയ ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരുന്നു. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാത്ത സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ദേശീയ പാർക്കുകളും അടച്ചുപൂട്ടി. വിമാനങ്ങൾ വൈകുന്നതിനാൽ ഇന്നു മുതൽ യാത്രകൾ വൈകും. മെഡികെയർ, US പോസ്റ്റൽ സേവനങ്ങൾ എന്നിവ തടസ്സപ്പെടും. എയർ ട്രാഫിക് കൺട്രോളർ, സീക്രട്ട് സർവീസ്, FBI, ഇമിഗ്രേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ, ജയിൽ ജീവനക്കാർ, ഗതാഗതം, സൈനികർ, ട്രംപിന്റെ സഹായികളായ ജീവനക്കാർ എന്നിവരെല്ലാം അവശ്യ സേവനങ്ങളിൽ പെടുന്നതിനാൽ പ്രവർത്തനക്ഷമമായിരിക്കും. ട്രംപിന്റെ ആദ്യ ടൈമിൽ 2018 ഡിസംബർ മുതൽ 35 ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.